ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇപ്പോൾ സായും അതുപോലെ തന്നെ ജാസ്മിനും മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സായിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തനിക്ക് നേരെ വരുന്ന ആക്രമണം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് സായ് അത് എടുത്തിട്ട് സംസാരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിൽ നോമിനേഷൻ വന്നപ്പോൾ അതിന് മുൻപായി സായ് സ്വയം എല്ലാവരുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് പറഞ്ഞു, എന്നെ നോമിനേറ്റ് ചെയ്തോളൂ, ഞാൻ പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പുറത്തുള്ള കാര്യങ്ങൾ അകത്തുനിന്ന് സംസാരിച്ചത് അത് തെറ്റ് തന്നെയാണ്, അതുകൊണ്ട് എന്നെ തന്നെ നോമിനേറ്റ് ചെയ്തോളൂ എന്നാണ് സായ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തെറ്റ് ഏറ്റെടുത്തുകൊണ്ട് സ്വയം സായ് തന്നെ ജയിലിലേക്ക് ഒരു ബലിയാടായിരിക്കുകയാണ്. സ്വന്തം തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ടാണ് സായിനിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സായിക്ക് അത് ഗുണം ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജാസ്മിന്റെ കാര്യമാണ്. അതൊരു ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഗെയിമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാസ്മിൻ എന്തായാലും എല്ലാവരും നോമിനേറ്റ് ചെയ്യുമെന്നുള്ള ഒരു ഏകദേശം തോട്ട് ജാസ്മിന്റെ മൈൻഡിലുണ്ട്. ജയിലിലേക്കല്ല കേട്ടോ, അത് എവിക്ഷൻ പ്രോസസ്സിലേക്കാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ജാസ്മിനെ എല്ലാവരും അതുപോലെ പുറത്തുള്ളവരും എതിർത്തതുകൊണ്ട് ജാസ്മിനെ പുറത്താക്കുമെന്നുള്ളൊരു ധാരണ ജാസ്മിന്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ മൈൻഡ് ഗെയിം കളിച്ച് ഇന്നലെ തന്നെ നമ്മുടെ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പ്രേക്ഷകരെല്ലാവരും പുറത്താക്കട്ടെ, എനിക്കിവിടെ മതിയായി എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും ഒരു തരത്തിലൊരു മൈൻഡ് ഗെയിം തന്നെയാണ്. ഇവിടെ സായും അതേപോലെ ജാസ്മിനും ആണ് മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഈ പ്ലേ എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും അറിയുന്നതിന് നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.